ഹായ്, വിഷുവാണ് മറ്റന്നാ. ഞാൻ നാട്ടിലില്ലാത്ത ആദ്യത്തെ വിഷുവാ. എനിക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പൊ നമ്മള് വിഷുവിന് സദ്യ എന്തൊക്കെ ഉണ്ടാക്കാം, സാധനം മേടിക്കാൻ പോകാൻ നോക്കുക. ബ്രഗി, ഞാൻ പറയട്ടെ, ചോറ്, സാമ്പാർ, അവിയൽ, എന്തെങ്കിലും വറവ് നമുക്ക് നോക്കിയിട്ട് മേടിക്കാം. പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കാം, പാലട, ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ നമ്മുടെ വീട്ടിൽ എപ്പോഴും സദ്യക്ക് ഇതുണ്ടാവും. ചിക്കനോ മീനോ ഉണ്ടാവും, മീൻ പൊരിച്ചതുണ്ടാവും, ചെമ്മീൻ പൊരിച്ചതുണ്ടാവും, ചിക്കൻ ഫ്രൈ ഉണ്ടാവും, ചിക്കൻ കറി ഉണ്ടാവും, മീൻ കറി ഉണ്ടാവും. അതിന്റെ കൂടെ സദ്യ തന്നെ കുറച്ച് പച്ചക്കറികളും ഉണ്ടാവും. ഞങ്ങൾ സദ്യ, ഞങ്ങളുടെ ആയിട്ട് സദ്യ ഇതാണ്. എവറിത്തിങ് ഇസ് സിമ്പിൾ. വീട്ടിൽ നിന്ന് ഇടുന്ന ടീഷർട്ട്, ഒരു ജീൻ, പിന്നെ ഒരു ജാക്കറ്റ് ആണ് ഇടുക. പെർഫെക്റ്റ്. ബൈ. ഇതിനല്ല മലയാളത്തിലൊക്കെ എഴുതി വെച്ച ചുമ്മാ മലയാളം മറന്നോണ്ടിരിക്കും. നമ്മൾ പാലട മിക്സ്, സാമ്പാർ മിക്സ്, അവിയൽ മിക്സ്, പിന്നെ സാമ്പാർ വയ്ക്കാൻ കുറച്ച് അതിൻ്റെ പേര് പരിപ്പ്. നമ്മളൊക്കെ മിക്സ് എടുക്കുന്നത് എന്താ വെച്ചാൽ ഇറ്റ് ഇസ് കൺവീനിയൻറ്റ്. എനിക്ക് എളുപ്പപ്പണിയാണ്. കടുമാങ്ങ വേണോ കട്മാങ്കോ വേണോ? കടുമാങ്ങ അല്ലേ നല്ലത്? എനിക്ക് കട്മാങ്ങ ഇഷ്ടം. പിന്നെ ചോദിക്കാൻ നിൽക്കണം എന്നാലും എന്റെ ഇഷ്ടമാണ് പ്രധാനം. എനിക്ക് മനസ്സിലാക്കുന്നില്ല ഇതിലേത് അത് തന്നെയാ പ്രശ്നം. കണി വെക്കാനായിട്ട് തൽക്കാലം ഒരെണ്ണം എടുത്തിട്ട് പിന്നെ ഇത് വെക്കാൻ വേറെ ഒരെണ്ണം എടുക്കണം. ആ പൈസ കൂടുതലാവില്ലേ നേരം? അയ്യോ, ചിക്കൻ മാറ്റി വെക്കാം. അതിൻ്റെ കൂടെ പെരങ്ങുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പ്രഗിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. പ്രഗി എത്ര കൊല്ലായി വിഷു കൂടിയിട്ട്? 6-7 കൊല്ലായിട്ടുണ്ടാവും. എപ്പോഴും ഇങ്ങോട്ട് വന്ന് 2018 2025 7 കൊല്ലായി മാം. മിസ്സാവുന്നില്ലേ? നാട്ടില് വിഷു ഓണം ഒന്നും കൂടെയല്ലല്ലോ, എപ്പോഴും ക്രിസ്മസിനല്ലേ വരല്. അയ്യോ സാരില്ല കേട്ടോ, നമുക്ക് അടുത്ത വർഷം പോവാം. നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു കണിയൊക്കെ വെച്ച് നമ്മൾ ആദ്യത്തെ വിഷു അല്ലേ, നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.